വയനാട് ജില്ലാ കലോത്സവത്തിൽ പണിയ സമുദായ നൃത്തത്തിന്റെ വിധി നിർണയത്തിൽ വിദ്യാഭ്യാസ വകുപ്പും വിധികർത്താക്കളും ഒത്തുകളിച്ചെന്നാരോപിച്ച് പ്രതിഷേധം. വിധികർത്താക്കളിൽ ഭൂരിഭാഗം പേർക്കും പണിയ സമുദായത്തെ പറ്റിയോ നൃത്തത്തെ പറ്റിയോ ഒന്നും അറിയില്ല എന്നാണ് പരാതി. സംസ്ഥാന കലോത്സവത്തിൽ 5 ആദിവാസി കലാരൂപങ്ങൾ മത്സര ഇനമായതിന്റെ സന്തോഷത്തിലായിരുന്നു ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർ. അതുകൊണ്ട് തന്നെ പണിയ സമുദായത്തിന്റെ കലാരൂപങ്ങൾ അരങ്ങേറിയ വേദികൾ ഗോത്ര വിഭാഗങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷ തകർത്തുകൊണ്ടാണ് പണിയ സമുദായ നൃത്തത്തിനെ കുറിച്ച് സാമാന്യ ധാരണയില്ലാത്ത വിധികർത്താക്കളെ നിയോഗിച്ചത്. ഇത് പണിയ സമുദായത്തിലെ മുഴുവൻ പേരെയും അപമാനിക്കുന്നതാണെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ നിലപാട്. നാളെ ഇത് കണ്ടാണ് നാളെ ഞങ്ങളുടെ ഇനി വരുന്ന തലമുറ പഠിക്കുന്നത്. ഞങ്ങൾ നല്ലത് ചെയ്തു വെക്കുന്നത് അത് നല്ലതുപോലെ പഠിപ്പിച്ച് കുട്ടികളെ അവതരിപ്പിക്കാൻ ശീലിപ്പിക്കുക. ഇല്ലെങ്കിൽ ഈ പരിപാടി ഇനി കലോത്സവ വേദികളിൽ ചെയ്യണ്ടെന്ന് വെക്കണം. കാരണം ഞങ്ങളെ അപമാനിച്ചുകൊണ്ട്, ഞങ്ങളെ കലയെ അപമാനിച്ചുകൊണ്ട്, ഞങ്ങൾക്ക് ആകെയുള്ളൊരു സ്വത്താണ് ഈ വട്ടക്കളിയും ചെടിയും. തന്നെ പറയുന്നുണ്ട്, അതിന് പല ക്രൈറ്റീരിയയും പറയുന്നുണ്ട്. അത് നോക്കി വിലയിരുത്താനുള്ള ശേഷി ഇവിടുത്തെ ജഡ്ജസിന് ഇല്ലാതെയായിപ്പോയി. ആ ശേഷി ഇല്ലാതാക്കിയത് ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പാണ്. പണിയ സമുദായത്തിന്റെ കലാരൂപങ്ങൾ വിധി നിർണ്ണയിക്കാൻ ആ സമുദായത്തിൽ തന്നെ നിരവധി വിദ്യാസമ്പന്നരായ വിധികർത്താക്കൾ ഉണ്ടായിരിക്കെയാണ് പുറം ജില്ലകളിൽ നിന്നും മറ്റു വിധികർത്താക്കളെ കലോത്സവത്തിൽ എത്തിച്ചതെന്നാണ് ആക്ഷേപം. ഏതായാലും ബന്ധപ്പെട്ട വകുപ്പ് അധികൃതർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുകയാണ് പ്രതിഷേധക്കാർ. ന്യൂസ് മലയാളം, വയനാട്.